നമ്മൾ ഏവരും ഒരുപോലെ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 8 പണിപ്പുരയിലാണ്. അപ്പോൾ ആരൊക്കെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ഫസ്റ്റായിട്ട് ജസ്ന സലീമാണ്. ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. ജസ്ന, നമ്മുടെ കണ്ണനെ വരച്ച് ഫേമസ് ആയ ജസ്ന ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാകുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്നയെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്തയാൾ രേഖാ രതീഷാണ്. ബിഗ് ബോസുകാരും ഏഷ്യാനെറ്റും ഒരുപാട് ശ്രമിച്ചിട്ടും ഒരു സീസണിലും പിടിവള്ളി കൊടുക്കാത്ത ആളാണ് രേഖാ രതീഷ്, സീരിയൽ ആർട്ടിസ്റ്റ്. ഇപ്രാവശ്യം എന്താ നോക്കാം. എല്ലാ പ്രാവശ്യവും അവരെ സമീപിക്കുമ്പോൾ അവരുണ്ടെങ്കിൽ ഇച്ചിരി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ മാക്സിമം നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം അവർ സമ്മതിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേഖാ രതീഷും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിവേക് ഗോപനാണ്. വിവേക് ഗോപൻ ഒരു പ്രമോയുടെ ഭാഗമായിട്ട് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ബിഗ് ബോസിനകത്ത് കയറിയവർക്ക് വീണ്ടും ഒരു ചാൻസ് ബിഗ് ബോസ് അങ്ങനെ കൊടുക്കാറില്ല. സാധാരണ പ്രമോയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ ഇനി ഈ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരത്തില്ല എന്ന് ഒപ്പിട്ട് മേടിച്ചിട്ടൊക്കെയാണ് അവരെ അകത്തേക്ക് കയറ്റുന്നത്. സോ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വിവേക് ഗോപനെയും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വിവേക് ഗോപനെയും പ്രതീക്ഷിക്കാം. വളരെ വ്യത്യസ്തമായ കണ്ടൻറ്റുകളോടുകൂടി ആൾക്കാരെ കയ്യിലെടുത്ത യുവജനങ്ങളുടെ ഹരമായി മാറിയ തൊപ്പിയാണ് അടുത്ത ഒരു കിടിലൻ കണ്ടസ്റ്റൻ്റായിട്ട് ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ ഈ പ്രാവശ്യം തൊപ്പിയെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ തൊപ്പി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഒരു നിമിഷം കൊണ്ട് തന്നെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒപ്പിച്ച അർജുനെ നിങ്ങൾ മറന്നു കാണില്ല. പുള്ളിക്കാരനും ഈ ബിഗ് ബോസ് സീസൺ 8 കണ്ടസ്റ്റൻ്റായിട്ട് ഉണ്ട് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രഡിക്ഷൻ ലിസ്റ്റിലെ പുള്ളിയും ഇരിക്കട്ടെ. പിന്നെ വിവാദ നായിക ഹെലനോസ് സ്പാർട്ട വളരെ വിമർശനാത്മകമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഹെലനോസ് സ്പാർട്ടയെ നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം. ഒപ്പം ജാസിയെയും. കഴിഞ്ഞ പ്രാവശ്യം രേണു സുധി ആണെങ്കിൽ ഇപ്രാവശ്യം ജാസി ആയിരിക്കും ബിഗ് ബോസ് സീസൺ 8 കീഴടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ കിടിലം കൊള്ളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ചില വിവാദ പരാമർശങ്ങളുമായിട്ടും ചില വിവാദങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ജാസി വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ജാസ്തി നമുക്ക് ഈ പ്രാവശ്യത്തെ ഒരു ട്രാൻസ്ജെൻഡർ കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കൂടാതെ ലക്ഷ്മി നക്ഷത്ര, ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു VJ അല്ലെങ്കിൽ ഒരു RJ ഒക്കെ നമുക്ക് ഇപ്രാവശ്യവും നമുക്ക് ബിഗ് ബോസ് സീസൺ 8 ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ലക്ഷ്മി നക്ഷത്രയാണ് ആങ്കറിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരുന്നത് എന്നൊരു ടോക്കുണ്ട്. അതും സത്യമാണോ നമുക്ക് തെളിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് മെയിലിൻ്റെ വിഭാഗത്തിൽ നമുക്ക് നോക്കുന്നത് സാജൻ സൂര്യയാണ്. ഈ സാജൻ സൂര്യ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൺഫേം അല്ല. പക്ഷെ പുള്ളിയുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എത്ര പേരിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കൂടുതലായിട്ടും നമ്മുടെ ഈ യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ നിന്ന്, കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരാളും കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ആരാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുമായിട്ട് യോജിക്കുന്നുണ്ടോ അതോ നിങ്ങൾ എന്നെ എന്താ പറയുക റോസ്റ്റ് ചെയ്യാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ.